1000 കോടി രൂപ മുടക്കി ഒരു വിവാഹം നടത്തുന്നതിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ അത്തരം ഒരു വിവാഹം നമ്മുടെ ഇന്ത്യയിൽ നടക്കാൻ പോവുകയാണ്. അതെ, മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടേതാണ് ആ വിവാഹം. എങ്ങനെയാണ് വെറും ഒരു 3 ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് ഇവർ 1000 കോടി രൂപയോളം പൊടിച്ചു കളയുന്നത്, ചിലവാക്കുന്നത്? വിശദമായി തന്നെ പരിശോധിക്കാം. വെൽക്കം ബാക്ക് ടു എഫ് വേൾഡ്. അഫ്ലുഖ് ഹിയർ. പരിചയപ്പെടുത്തൽ ഒട്ടും ആവശ്യമില്ലാത്ത ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരനാണ്, കോടീശ്വരനാണ് മുകേഷ് അംബാനി. അദ്ദേഹത്തിന് 3 മക്കളാണ്, ആകാശ്, ഇഷ, ആനന്ദ്. കൂട്ടത്തിലെ ഏറ്റവും ചെറിയ മകനായിട്ടുള്ള ആനന്ദിന്റെ വിവാഹമാണ് ഇപ്പോൾ നടക്കാനിരിക്കുന്നത്. ഒരു വിവാഹം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഒരു സാധാരണ വിവാഹത്തിന് എത്രത്തോളം ചിലവ് വരും? നമ്മൾ എങ്ങനെയൊക്കെ നോക്കിയിട്ടും കുറച്ച് ആളുകളെ മാത്രം വിളിച്ചൊരു ചെറിയൊരു പരിപാടി നമ്മൾ കഴിക്കുകയാണെങ്കിൽ പോലും ഏറെക്കുറെ ഒരു 1 ലക്ഷം, 2 ലക്ഷം, 3 ലക്ഷമൊക്കെ എന്തായാലും ചിലവ് വരും. അതിനും അപ്പുറത്തേക്ക് നമ്മളൊരു കട്ടൻ ചായയിലും അതുപോലെ തന്നെ ഒരു പരിപ്പുടയിലും ഒക്കെ ഒതുക്കാണ്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിലും ചിലവ് ചുരുക്കിയിട്ടൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള വിവാഹം നടത്താം. ഇനിയിപ്പോൾ നമ്മൾ ഏറ്റവും അധികം ആർഭാടമാക്കിയിട്ട് നമ്മളൊരു വിവാഹം നടത്തുകയാണെങ്കിൽ എത്ര രൂപ നമുക്ക് ചിലവ് വരും? എങ്ങനെയൊക്കെ കൂടിപ്പോയി കഴിഞ്ഞാലും 1 കോടി രൂപ വരെയൊക്കെ ഏറ്റവും മാക്സിമം ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ചിലവ് വരുള്ളൂ. പക്ഷേ മുകേഷ് അംബാനി എന്ന് പറയുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കോടീശ്വരൻ്റെ മക്കളുടെ കല്യാണത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ എത്രയായിരിക്കും ചിലവ്? ആ കൂട്ടത്തിലേക്ക് തന്നെ നമ്മൾ നോക്കുമ്പോൾ മുമ്പ് നടന്നിട്ടുണ്ടായിരുന്ന മുകേഷ് അംബാനിയുടെ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്ന ഒരു വിവാഹം എന്ന് പറയുന്നത് ഇഷ അംബാനിയുടേതാണ്. ആകെ മൊത്തം ഇഷ അംബാനിയുടെ 2-3 ദിവസങ്ങൾ നീണ്ടുനിന്ന വിവാഹത്തിന് വേണ്ടിയിട്ട് അവർ ചിലവാക്കിയ തുക എന്ന് പറയുന്നത് 400 കോടി മുതൽ 700 കോടി രൂപ വരെയാണ്. തീർച്ചയായിട്ടും നമുക്ക് കേൾക്കുമ്പോൾ വലിയ തോതിൽ അത്ഭുതം തോന്നുന്ന ഒരു സംഖ്യ തന്നെയാണിത്. എന്നാൽ ഇതിലും കൂടുതൽ ചിലവഴിച്ചുകൊണ്ട് ആരെങ്കിലും വിവാഹം നടത്തിയിട്ടുണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ട് എന്നൊരു കാര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഏറെക്കുറെ 914 കോടി രൂപയോളം ചിലവഴിച്ചുകൊണ്ടായിരുന്നു ഡയാന രാജകുമാരിയും അതുപോലെ തന്നെ ചാൾസ് രാജകുമാരനും വിവാഹിതരായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു തുകയെയും മറികടക്കുന്ന നിലയിലായിരിക്കും ഇപ്പോൾ അനന്ത് അംബാനിയുടെ വിവാഹം നടക്കാൻ പോകുന്നത് എന്ന നിലയിലുള്ള വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അത് ഏറെക്കുറെ ഒരു 1000 കോടി രൂപയോളം ഒക്കെ വരാമെന്നാണ് പലരും വിശദീകരിക്കുന്നത്. നമ്മുടെ കയ്യിലൊക്കെ ആരെങ്കിലും ഒരു 1000 കോടി രൂപ തന്നിട്ട് നമ്മളോട് ഒരു ആർഭാടപൂർണ്ണമായിട്ടുള്ള വിവാഹം നടത്തിക്കുമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പോലും നമുക്കത് ചിലവഴിച്ചൊരിക്കലും തീരണം എന്നില്ല. ബാക്കി ഒരുപാടധികം കോടാനുകോടി രൂപ നമ്മുടെ കയ്യിൽ ലാഭം വരും, അല്ലെങ്കിൽ മിച്ചം വരും. പക്ഷേ എങ്ങനെയാണ് മാർച്ച് 1, 2, 3 ദിവസങ്ങളിലായിട്ട് നീണ്ടു നിൽക്കുന്ന 3 ദിവസത്തെ പരിപാടിക്ക് വേണ്ടിയിട്ട് 1000 കോടി രൂപ അംബാനിയും കുടുംബവും ചിലവഴിക്കാൻ പോകുന്നത്? ആ കാര്യത്തെക്കുറിച്ച് വിശദമായ നിലയിൽ തന്നെ നമുക്കൊന്ന് പരിശോധിക്കാം. 2022 ഡിസംബർ മാസത്തിലാണ് അനന്ത് അംബാനിയുടെയും അതുപോലെ തന്നെ രാധിക മെർച്ചന്റ് എന്ന് പറയുന്ന എൻകോർ ഗ്രൂപ്പിന്റെ CEO ആയിട്ടുള്ള വിരൺ മെർച്ചന്റിന്റെ മകളും തമ്മിൽ എൻഗേജ്മെന്റ് കാര്യങ്ങൾ കഴിയുന്നത്. മാത്രമല്ല ഇവരെക്കുറിച്ച് തന്നെ നമ്മൾ കൂടുതലായിട്ട് നോക്കുമ്പോൾ ഈ 2 കുടുംബവും ഏറെക്കാലമായിട്ട് നല്ല രീതിയിലുള്ള ഒരു ബന്ധം തന്നെയാണ് വെച്ച് പുലർത്തി വന്നിട്ടുണ്ടായിരുന്നത്. അതിനുമപ്പുറത്തേക്ക് അനന്തും രാധികയും ചെറുപ്പം മുതൽക്കുള്ള ഫ്രണ്ട്സാണ്, ചൈൽഡ്ഹുഡ് ഫ്രണ്ട്സാണ്. അവരാണ് ഇത്തരത്തിലുള്ളൊരു ദാമ്പത്യ ജീവിതത്തിലേക്ക് ഇവിടെ നീങ്ങാൻ പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിവാഹം നടക്കുന്നതിന്റെ ഭാഗമായിട്ട് ആളുകളെ ക്ഷണിച്ചുകൊണ്ട് ക്ഷണക്കത്തുകൾ, ഇൻവിറ്റേഷൻ ലെറ്ററുകൾ ഇതിനോടകം തന്നെ മുകേഷ് അംബാനിയുടെ കുടുംബം പല പ്രമുഖർക്കും നൽകി കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ആ ഒരു ക്ഷണക്കത്തിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ തീർത്തും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തീമിലാണ് ആ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ പോലും തയ്യാറാക്കിയിട്ടുള്ളത്. മൊത്തത്തിലൊരു ഫോറസ്റ്റ് തീമാണ് പ്രധാനമായിട്ടും അതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കൂടുതലായിട്ടും നമ്മൾ നോക്കുമ്പോൾ വ്യത്യസ്ത തരത്തിലുള്ള ജീവികൾ, ആനയുണ്ട്, മയിലുണ്ട്, അതുപോലെ സിംഹം, പുലി, കടുവ, അങ്ങനെ തുടങ്ങിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം ജീവികൾ, അതുപോലെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് ഒരു കാട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരുപാട് പഴങ്ങൾ, അതുപോലെ വൃക്ഷങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുന്ന നിലയിലുള്ള 2 പേജിലായിട്ട് നീണ്ടു നിൽക്കുന്ന നിലയിലുള്ള ഒരു ക്ഷണക്കത്താണ് ഇവർ അടിച്ചിറക്കിയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള, വെറൈറ്റി ആയിട്ടുള്ള ഒരു ക്ഷണക്കത്തിന് വേണ്ടിയുള്ള തീം ഇവർ സെലക്ട് ചെയ്തിട്ടുള്ളത്? ഇത്തരത്തിലുള്ള ഒരു കാട്ടിൽ വെച്ചുകൊണ്ടാണോ ഇവരുടെ വിവാഹം നടക്കാൻ പോകുന്നത്? ആ ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കാട്ടിനകത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഇവരുടെ വിവാഹം നടക്കാൻ പോകുന്നത് എന്ന കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഗുജറാത്തിലെ ജാംനഗറിലായിട്ട് പ്രത്യേക തരത്തിലുള്ള ഒരു കോംപ്ലക്സ് തന്നെ അതിനു വേണ്ടി ഇവർ തയ്യാറാക്കിയിട്ടുണ്ട്. അത് ഇന്നോ ഇന്നലെ തുടങ്ങിയിട്ടുള്ള പരിപാടിയല്ല. 1997 മുതൽക്കേ തന്നെ ഇവർ ആരംഭിച്ച വേൾഡ്സ് ലാർജസ്റ്റ് ഗ്രാസ് ഫ്രൂട്ട് റിഫൈനിങ് കോംപ്ലക്സിനകത്ത് വെച്ചുകൊണ്ടാണ് ഇത്തരത്തിലുള്ളൊരു വിവാഹം നടക്കാൻ പോകുന്നത്. ഇതിൻ്റെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ വിശദമായിട്ട് നോക്കുമ്പോൾ ഏറെക്കുറെ 10
മില്യൺ അഥവാ 1 കോടിയോളം വൃക്ഷങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയൊരു കാട് തന്നെയാണ് ഈ ഒരു കോംപ്ലക്സ് എന്ന് നമുക്ക് വിശദീകരിക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല ഈ ഒരു ഫോറസ്റ്റിനകത്തായിട്ട് വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം ജീവി വിഭാഗങ്ങൾ കൂടെ ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെക്കുറിച്ചൊക്കെ തന്നെയും ഇൻവിറ്റേഷൻ ലെറ്ററിൽ വളരെ കൃത്യമായ നിലയിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരുപാടധികം വന്യജീവികളും മറ്റും ഒക്കെയുള്ള ഒരുപാട് മരങ്ങളൊക്കെ തിങ്ങി നിറഞ്ഞിട്ടുള്ള ഈ ഒരു കോംപ്ലക്സിനകത്ത് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു കാട്ടിനകത്ത് വെച്ചുകൊണ്ടാണ് ഇവരുടെ വിവാഹം മാർച്ച് 1, 2, 3 തീയതികളിലായിട്ട് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വിവാഹ ക്ഷണക്കത്തിലുള്ള സിംഹം, പുലി അത്തരത്തിലുള്ള ജീവജാലങ്ങളൊക്കെ അവിടെ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും ഈ പോസ്റ്ററുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദീകരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ജീവികൾ അവിടെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് എന്ന നിലയിലൊക്കെ തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള ക്ഷണക്കത്തായി വിവാഹം നടക്കുന്ന സ്ഥലമായി ഇനി ആരെയൊക്കെയാണ് ഇവർ പ്രധാനമായിട്ടും വിളിച്ചിട്ടുള്ളത്? നമുക്കറിയാം, ലോകത്തിൽ തന്നെ ഏറ്റവും അധികം ഫേമസ് ആയിട്ട് നിൽക്കുന്ന, ഏറ്റവും അധികം പ്രശസ്തരായിട്ടുള്ള, ഇൻഫ്ലുവൻസിങ് പവറുള്ള ഒട്ടനവധി ആളുകളെ ഇവരുടെ വിവാഹത്തിലേക്ക് തീർച്ചയായിട്ടും ക്ഷണിക്കുന്നതായിരിക്കും. അവരുടെ ലിസ്റ്റ് നമ്മളൊന്ന് പരിശോധിക്കുകയാണെങ്കിൽ വളരെ ചെറിയ കുറച്ച് ആളുകളുടെ മാത്രം പേര് നമ്മൾ പറയുകയാണെങ്കിൽ, ഒന്നാമതായിട്ട് ബിൽ ഗേറ്റ്സിന് ഈ ഒരു വിവാഹത്തിന് ക്ഷണമുണ്ട്. രണ്ടാമതായിട്ട് മാർക്ക് സുക്കർബർഗിനും അതുപോലെ തന്നെ വൈഫിനെയും ഈ ഒരു വിവാഹത്തിന് ക്ഷണിച്ചിട്ടുണ്ട്. മൂന്നാമതായിട്ട് ട്രംപിൻ്റെ മകളുണ്ട്. നാലാമതായിട്ട് ഖത്തറിൻ്റെ പ്രധാനമന്ത്രിയുണ്ട്. അഞ്ചാമതായിട്ട് അഡോബിൻ്റെ CEO ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. ആറാമതായിട്ട് സ്വീഡന്റെ പ്രസിഡന്റ്. ഏഴാമതായിട്ട് കാനഡയുടെ ഫോർമർ പ്രസിഡന്റ്. അതുപോലെ ഭൂട്ടാന്റെ രാജാവും രാജ്ഞിയും ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നതായിരിക്കും. അതുപോലെ ഡിസ്നിയുടെ CEO, ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന, നമ്മൾ ഏതാനും നാളുകൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവരെ കുറിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള ലോകത്തെ മുഴുവനും കൺട്രോൾ ചെയ്യുന്ന ഒരു കമ്പനി എന്ന നിലയിലൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബ്ലാക്ക് റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആയിട്ടുള്ള ലാരി ഫിങ്ക് ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഇതിനും അപ്പുറത്തേക്ക് ഇത് വളരെയധികം പ്രശസ്തരായിട്ടുള്ള ഏതാനും ആളുകളുടെ പേരുകൾ മാത്രം നമ്മൾ പറഞ്ഞതാണ്. ഇതിനും അപ്പുറത്തേക്ക് ഇന്ത്യയിലും ലോകത്തിന്റെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിലുമുള്ള വളരെ പ്രശസ്തരായിട്ടുള്ള ഒട്ടനവധി ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വിവാഹത്തിൽ പങ്കുചേരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ആളുകളൊക്കെ തന്നെയായിരിക്കും ഈ ഒരു വിവാഹത്തിന്റെ സംഗീത സദസ്സിനും മറ്റുമൊക്കെ മികവേറുന്നത്. ആ കൂട്ടത്തിൽ വളരെ പ്രശസ്തരായിട്ടുള്ള ആർട്ടിസ്റ്റുകളെയും മറ്റുമൊക്കെ നമുക്ക് അവിടെ തീർച്ചയായിട്ടും കാണാൻ സാധിക്കുന്നതായിരിക്കും. മാത്രവുമല്ല, ഇത്തരത്തിലുള്ള ഈ ആളുകളെല്ലാം ക്ഷണിക്കുന്ന കൂട്ടത്തിൽ 8 പേജുള്ള മറ്റൊരു ഗൈഡ് ലൈൻസ്, എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ ഉൾപ്പെടുന്ന നിലയിലുള്ള ഒരു ബുക്ക് കൂടെ ഇവർ ഈ ഗസ്റ്റുകൾക്കൊക്കെ തന്നെയും ഇതിനോടകം തന്നെ നൽകി കഴിഞ്ഞിട്ടുണ്ട്. ഓരോ ദിവസവും നടക്കുന്ന പരിപാടി അത് ഏത് ഭാഗത്ത് വെച്ചുകൊണ്ടായിരിക്കും നടക്കുക, ആ ഒരു പ്രോഗ്രാമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഫംഗ്ഷൻ്റെ അതിൻ്റെ തീം കാര്യങ്ങൾ എന്തൊക്കെയാണ്, എന്ത് തരത്തിലുള്ള വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കണം, അതിൻ്റെ കളർ എന്തായിരിക്കണം, അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ അടങ്ങുന്ന നിലയിലാണ് ഈ ഒരു പുസ്തകം അല്ലെങ്കിൽ ഈ ഒരു ഗൈഡ് ലൈൻസ് അവർ ഈ ഓരോ ഗസ്റ്റിനും ഇൻവിറ്റേഷൻ്റെ കൂടെ തന്നെ നൽകിയിട്ടുള്ളത്. മാത്രമല്ല, ഈ ഒരു വിവാഹത്തിൽ പങ്കെടുക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകളും നമ്മളെപ്പോലുള്ള സാധാരണക്കാരല്ല. അതിനാലൊക്കെ തന്നെ പ്രൈവറ്റ് ജെറ്റുകളിലും മറ്റൊക്കെയാണ് ഇവരിൽ ഭൂരിഭാഗം ആളുകളും ഇന്ത്യയിലേക്കും അവിടെ നിന്നും ജാംനഗറിലേക്കൊക്കെ എത്താൻ പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ ഗസ്റ്റുകളെ ജാംനഗറിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ കൂടെ പല ഭാഗങ്ങളിലായിട്ട് തയ്യാറായിട്ട് നിൽക്കുന്നതായിരിക്കും. മാർച്ച് 1 തീയതി 8 മുതൽ 1 മണി വരെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഫ്ലൈറ്റുകളൊക്കെ തന്നെ ചാർട്ട് ചെയ്തിട്ടുള്ളത് എന്ന നിലയിലുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിൽ തന്നെ മുംബൈയിൽ നിന്നും, ഡൽഹിയിൽ നിന്നും, കൊൽക്കത്തയിൽ നിന്നും, ചെന്നൈയിൽ നിന്നും ഒക്കെ ജാംനഗറിലേക്ക് ഗസ്റ്റുകളെ കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള വിമാനങ്ങൾ സജ്ജമായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ കപ്പിളായിട്ടാണ് ഈ ഒരു വിവാഹത്തിന് വരുന്നതെങ്കിൽ അവർക്ക് മാക്സിമം കൊണ്ടുപോകാൻ കഴിയുന്ന സൂട്ട് കേസുകളുടെ എണ്ണം എന്ന് പറയുന്നത് 3 ആണ്. അപ്പോൾ അതിനേക്കാൾ കൂടുതലായിട്ട് വരുന്ന അവസരത്തിൽ അത് ഈ വിമാനത്തിൽ വെക്കാൻ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ മറ്റൊരു വിമാനത്തിൽ അത് പിന്നീട് എത്തിക്കേണ്ടി വരും. അങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകൾ കാരണമാണ് 3 ചുരുക്കിയിട്ടുള്ളത് എന്ന നിലയിലൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, വാർത്തകളിലൂടെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല, ഇനി ഇവരുടെ ഈ വിവാഹം നടക്കുന്ന വേദിയെക്കുറിച്ച് നമ്മൾ നോക്കുമ്പോൾ കഴിഞ്ഞ ഏതാനും നാളുകളായിട്ട് അതിനെ കൂടുതൽ മനോഹരമാക്കുന്നതിന് വേണ്ടിയുള്ള, അലങ്കൃതമാക്കുന്നതിന് വേണ്ടിയുള്ള വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാടധികം പരിപാടികൾ ഇവർ അവിടെ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഇന്ത്യയുടെ വിവിധങ്ങളായിട്ടുള്ള ഭാഗങ്ങളിൽ നിന്ന് വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള പല ഹാൻഡ് ക്രാഫ്റ്റഡ് ഐറ്റംസും ഇങ്ങോട്ടേക്ക് ഇവർ ഇതിൻ്റെ ഭാഗമായിട്ട് എത്തിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ വിവാഹത്തിന് വരുന്ന ഓരോ ഗസ്റ്റുകൾക്കും ഇവർ പ്രത്യേക തരത്തിലുള്ള ചില ഗിഫ്റ്റുകളും മറ്റുമൊക്കെ നൽകുന്നതായിരിക്കും. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ഒരുപാടധികം സാധനങ്ങൾ ഇതിനോടൊപ്പം തന്നെ അവർ ശേഖരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഈ വരുന്ന ഗസ്റ്റുകൾക്കൊക്കെ തന്നെയും ഇവർ ദുപ്പട്ട നൽകുന്നുണ്ട്, പ്രത്യേക തരത്തിലുള്ള ഷോളാണ്. അപ്പോൾ അതും പ്രത്യേക തരത്തിൽ തന്നെ നിർമ്മിച്ചെടുത്തിട്ടുള്ള വളരെയധികം കോസ്റ്റ്ലി ആയിട്ടുള്ള നിലയിലൊക്കെ തന്നെയാണ് സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത്. എന്തൊക്കെ തന്നെയായാലും ഇത്തരത്തിൽ ഇവരുടെ ഈ ഗസ്റ്റുകളൊക്കെ തന്നെയും ഈ ഒരു വിവാഹം നടക്കുന്ന സ്ഥലത്തേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെയും അവിടെ അവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് നൽകുന്നതിന് വേണ്ടി, അവരുടെ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതിന് വേണ്ടി, അതുപോലെ മേക്കപ്പ് ചെയ്യുന്നതിനൊക്കെ വേണ്ടിയിട്ട് ഇന്ത്യയിൽ
ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ തന്നെയാണ് ഈ ഗസ്റ്റുകളെ അവിടെ കാത്തിരിക്കുന്നത്. അതിൽ തന്നെ സാരിയും മറ്റുമൊക്കെ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക തരത്തിലുള്ള ആളുകൾ, മേക്കപ്പിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക തരത്തിലുള്ള ആളുകൾ, അങ്ങനെ തുടങ്ങി വ്യത്യസ്തമായിട്ടുള്ള ഒരുപാടധികം കാര്യങ്ങൾ ഉൾപ്പെടുന്ന നിലയിലാണ് ഈ ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെയും ഇതിനോടകം തന്നെ അംബാനിയുടെ കുടുംബം സജ്ജീകരിച്ചു വെച്ചിട്ടുള്ളത്, സജ്ജമാക്കിയിട്ടുള്ളത്. അപ്പം എന്തായാലും നമ്മൾ വീഡിയോസോടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ചെറിയൊരു ധാരണ നിങ്ങൾക്ക് ലഭിച്ചുവാണെന്ന് വിചാരിക്കുന്നു. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോഴും ഈ ഒരു വിവാഹം നടന്നു കഴിഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഓൺലൈനിൽ പ്രത്യക്ഷപ്പെട്ട വാർത്തകളിലൊക്കെ വന്നിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. തീർച്ചയായിട്ടും ഈ ഒരു വിവാഹം നടന്നു കഴിയുമ്പോൾ ഒരുപാടധികം നമ്മളെ അതിശയപ്പെടുത്തുന്ന പുതിയ കാര്യങ്ങൾ അവിടെ നടന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പണക്കാരൻ്റെ മകൻ്റെ, അതും ഏറ്റവും അവസാനത്തെ മകൻ്റെ, അതായത് കുടുംബത്തിലെ ഏറ്റവും അവസാനത്തെ കല്യാണം എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിലുള്ളൊരു വിവാഹമാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിൻ്റേതായിട്ടുള്ള എല്ലാ വിധത്തിലുള്ള സ്പെഷ്യാലിറ്റീസും ഈ ഒരു വിവാഹത്തിന് ഉണ്ടാകും എന്ന് തന്നെ തീർച്ചയാണ്. അപ്പോൾ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നമ്മൾ ഈ പറഞ്ഞ കാര്യത്തിൽ ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും അധികം ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് എന്നതിനെക്കുറിച്ചും തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇവരുടെ ഒരു വെഡ്ഡിംഗ് കാർഡിൻ്റെ തീം, അതുപോലെ തന്നെ ഈ ഒരു വെഡ്ഡിങ് നടത്തുന്ന ഒരു കാർഡ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത്. അപ്പോൾ അവിടെ യഥാർത്ഥത്തിലുള്ള തരത്തിലുള്ള ജീവികളൊക്കെ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമുക്ക് ഏതായാലും കണ്ടു തന്നെ അറിയേണ്ടതാണ്. നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് തീർച്ചയായും താഴ്ന്ന് രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ ഇതിൽ നല്ല ഒരുപാടധികം വീഡിയോസുകളുമായി കണ്ടുവിട്ടാന്ന് പ്രതീക്ഷയോടെ ബൈ.